ഇങ്ങനെയെങ്ങാനും പോവാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ 10ല്. നിങ്ങളുടെ ഹണിമൂണൊക്കെ എവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്? അല്ല, പോകാൻ ഇഷ്ടപ്പെട്ട കുറച്ച് സ്ഥലങ്ങൾ ഉണ്ടാവുമല്ലോ. നമ്മുടെ അടുത്താണെങ്കിലും കേരളത്തിന് പുറത്തേക്കൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് പോകണം എന്നൊക്കെ ഉള്ള കുറച്ച് സ്ഥലങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ ഈ ഒരു സംഭവമാണ്, ഈ വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു വല്ല ഡ്രാമ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇലയൊക്കെ പറിച്ചിട്ട് കുറെ പൂവൊക്കെ കഴുത്തിൽ കെട്ടി തൂക്കിയിട്ടുണ്ടാക്കണം. എന്നോണം ധരിപ്പൊന്നെ അതിന്റെ വേറൊരു വെർഷൻ ടിക്ടോക്ക്. ഓക്കെ, പഠിച്ചോണ്ടിരിക്കുകയാണ്. ഏത് ക്ലാസ്സിലാ? +1 കഴിഞ്ഞതേ ഉള്ളൂ. +1 കഴിഞ്ഞു. ഗുഡ്. +1 കഴിഞ്ഞുള്ളൂ. എങ്ങനെയായിരുന്നു ഇഷ്ടപ്പെട്ടപ്പം? ഇതില് മുടിയൊക്കെ ഉണ്ടാവും. മുടി ഇങ്ങനെ മുടി ഉണ്ടായിരുന്നു. ഈ കൊച്ചിന് ഞാൻ എന്തൊരു ചെയ്യൂന്നറിയോ? ഒരു കണ്ണാപ്പി സ്റ്റൈൽ. പിന്നെ സ്വഭാവം അത് കണ്ടിട്ടാ വീണത്. സ്വഭാവം ഞാനും പോട്ടാ വൈറലാവാം. ഇങ്ങനെയുള്ള ഈ ഇന്റർവ്യൂ നടത്തുന്ന ഈ ചാനലുണ്ടല്ലോ, ഞാൻ പല ദിവസവും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ഒളിച്ചോടണവരെ അപ്പോഴേ പോയി പിടിച്ചോണ്ട് വരും. എന്തൊരു ചെയ്യുമെന്നറിയോ? ഈ ഇൻസ്റ്റയില് അവർ ഇതുപോലെ ഒളിച്ചോടി പോയിട്ട് ഒരു റീൽസ് ഇടും. റീൽസ് ഇടുമ്പോ അത് കയറി വൈറലാവും. കോണ്ടാക്ട് ചെയ്ത്, ഹലോ, ഇന്നലെ ഒളിച്ചോടി പോയ ടീമല്ലേ, അങ്ങനെയാണ് അവരെ പരിപാടി. കണ്ടപ്പോ തന്നെ നല്ല ഇഷ്ടപ്പെട്ടു. അപ്പൊ ട്രൈ ചെയ്തു. ചെറുതായിട്ട് ദേഷ്യമൊക്കെ അലിപ്പിന്റെ കാന്താരിയാണ്. അപ്പൊ അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഞാൻ വഴക്കൊക്കെ പറഞ്ഞു, തിരിച്ചങ്ങോട്ട് പോടാന്നൊക്കെ പറഞ്ഞു. എന്തായിരുന്നു പൂജയുടെ ഒരു സ്വപ്നത്തിലെ ഭർത്താവ് എന്ന് പറഞ്ഞ? ഇന്റർവ്യൂല് +1 എക്സാം എഴുതാൻ പോകുന്ന കുട്ടീനോട് ചോദിക്കുകയാണ്, എന്താണ് ഭാവി വരനെ കുറിച്ചുള്ള സ്വപ്നം? ആദ്യം എനിക്ക് ഹൈറ്റ് വേണമെന്നുണ്ടായിരുന്നു. അതിവിടെ ഉണ്ട്. അമ്മ ശരിക്കും എന്താ ചെയ്യുന്നേ? ഞാനിപ്പം 10th കഴിഞ്ഞിട്ട് IT പാസ്സായിട്ട് ഞാനാണെങ്കിൽ ഒരു 8 month ട്രെയിനിങ് ആയിട്ട് നിന്നായിരുന്നു. എല്ലാരും പറയുന്ന പോലെ മുട്ടി നിൽക്കുമല്ലായിരുന്നു കല്യാണം കഴിക്കാൻ. ഞാൻ ഇനിയും പിടിച്ചു നിൽക്കാൻ ഞങ്ങള് മാക്സിമം എത്ര വേണേലും പിടിച്ചു നിൽക്കാം. പക്ഷെ പറയുന്ന പോലെ അല്ലല്ലോ നമ്മള് ഫ്യൂച്ചർ എന്താന്ന് പറയാൻ പറ്റില്ല. മുട്ടി നിൽക്കുകയല്ലായിരുന്നു. ആളുകൾ കമന്റ് ഇട്ട് പറഞ്ഞു മുട്ടി നിൽക്കുകയല്ലായിരുന്നു. ഒരുവിധമൊക്കെ ഞാൻ പിടിച്ചു നിന്ന്, പിന്നെ എനിക്ക് മുട്ടി. അങ്ങനെയാണ് ഞാൻ ഓടിയത്. അപ്പോഴും മുട്ടി. ബാത്റൂമിൽ പോടി, പോ വച്ചേ, ബാത്റൂമിൽ പോ, ടോയ്ലറ്റിൽ പോ. ആ കമ്പൊന്ന് മാറ്റി വെക്കും. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അവൾക്ക് മുട്ടി നിൽക്കണമെങ്കിൽ അവള് ടോയ്ലറ്റിൽ പോണമായിരുന്നു. നീ അതിനെന്തിനാണ് ഈ ചെറുക്കല്ലേ കൊട്ട? ഞാൻ കൂടെ പറയാണ്, ഇങ്ങനെയെങ്ങാനും കാണിച്ച പഠിക്കാൻ പോണെന്ന് +1 കഴിഞ്ഞല്ലോ. ഞാൻ കമ്പ് എനിക്ക് വേണം. 3 വർഷമായി ഇവര് പ്രേമിച്ചിട്ട്. അപ്പോഴും പഠിക്കണത് 9ാം ക്ലാസ്സിലല്ലേ? +1 അപ്പൊ 9ാം ക്ലാസ്സിൽ. ഇന്റർവ്യൂവിന്റെ ആ ഒരു ആക്കം കൂട്ടാൻ വേണ്ടി കളറൊക്കെ മാറ്റിയിട്ടുണ്ട്. പൂജനെ കാണാൻ നല്ല രസമാണ്. പക്ഷെ അമ്മലിനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വവ്വാല് ചപ്പിയ അയാള് എന്നെ ഇട്ട് ഊക്കി. ആ കൊച്ചിക്ക കാണാൻ നല്ല രസമുണ്ട്, അവൻ വവ്വാല് ചപ്പിയോനെ കണക്കിരിക്കണം. ഈ ഇന്റർവ്യൂ നടത്തുന്ന ആള് വിളിച്ചു വരുത്തിയിട്ട് കളിയാക്കണം. ഇനി ഞാൻ പറയാണ്, മാതാപിതാക്കളെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ചിലപ്പോൾ ഇനി 5ലും 4ലും 3ലും ഒക്കെ പഠിക്കണ കൊച്ചുങ്ങൾ ഇത് കണ്ടുകൊണ്ട് ഒളിച്ചോടിയിട്ട് എന്തൊരു ചെയ്യുമെന്നറിയോ? ഇന്റർവ്യൂവിന് വരാൻ വേണ്ടി ഈ ചാനലിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളണം. അല്ലെങ്കിൽ എല്ലാവരും കൂടെ ചേർന്ന് ഈ ചാനലിന് നേരെ കേസ് കൊടുക്കണം, ഇങ്ങനെ ചെയ്യണേന്. കല്യാണം കഴിച്ച് സോഷ്യൽ മീഡിയയിലൂടെ താരങ്ങളായ 2 പേർ, അമലും പൂജയും. വെൽക്കം ടു ദി ഷോ.
താരങ്ങളാക്കി ഇവരാണ് താരങ്ങളാക്കണത്. ഒളിച്ചോടി പോകുന്നവരെ കണ്ടുപിടിച്ച് ഇന്റർവ്യൂ നടത്തുന്നതാണ്. എത്രയോ പാവങ്ങൾ ഈ അറ്റലഞ്ഞ് വല്ല കാട്ടിലും അവിടെ എവിടെയും വീടും ഇല്ലാതെയൊക്കെ കിടക്കണം. വീൽ ചെയറിലിരിക്കണം എത്രയോ എണ്ണം ഉണ്ട്. അവരെയൊക്കെ കൊണ്ടുവന്ന് നീയൊക്കെ ഇന്റർവ്യൂ എടുത്ത് അവർക്കൊക്കെ 10 പൈസ ഉണ്ടാക്കാൻ നോക്കി. ഇതിനെയൊക്കെ പിടിച്ചോണ്ടൊന്ന് ഇന്റർവ്യൂ നിനക്കും കിട്ടും ഈ ഇന്റർവ്യൂ നടത്തണം. വിഷുദിനത്തില് കല്യാണമൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് പോകുന്നു അല്ലേ? എങ്ങനെയുണ്ട് ജീവിതം? ഒരു കൊച്ചു കുട്ടീടെ അടുത്ത് ചോദിക്കണം എങ്ങനെയുണ്ട് ജീവിതം. 3 വർഷത്തെ പ്രണയമായിരുന്നു അല്ലേ നിങ്ങളുടെ? എങ്ങനെയായിരുന്നു പ്രണയം ഒന്ന് സ്റ്റാർട്ട് ചെയ്തത്? ഇവൻ എന്തൊക്കെയാണ് ഈ ചോദിക്കണത്? 19 കഴിഞ്ഞു, 20 കഴിഞ്ഞു, 21 കഴിഞ്ഞു, 22 കഴിഞ്ഞു, ജൂണിൽ 23 വയസ്സാണ്. എന്നിട്ട് ഇതുവരെ ഒളിച്ചോടിയില്ല. നീ ചാനലിൽ പോ, നീ ഇന്റർവ്യൂവിന് പോ. വീട്ടുകാർക്ക് അത് ഒരു പ്രശ്നമായിട്ട് വരും, 2 വീട്ടുകാർക്ക്. അപ്പം അതിന്റെ ഒരു ഇതായിട്ട് ഞങ്ങൾ കണ്ടുമുട്ടിയതും പിന്നെ പ്രപ്പോസായി. പിന്നെ അത്രയും കാര്യങ്ങളൊക്കെ പറയാൻ പോലും എങ്ങനെ കണ്ടേന്ന് പോലും അവരൊരു തീർച്ചയില്ല. പൂജ, ഇതൊക്കെ തന്നെയാണ്, ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇതിൻ്റെ അകത്ത് വല്ല മറച്ചു വെച്ചേക്കുന്ന സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അതും കൂടെ നിനക്ക് പറഞ്ഞു തരാം. അവരെ കല്യാണം കഴിഞ്ഞ് ഇത്രയും ദിവസമായി. വിഷുവിന് മുമ്പേ അവർ ഒളിച്ചോടി. വിഷുവിന് എത്ര ദിവസം മുമ്പ് ഒളിച്ചോടി കല്യാണം കഴിഞ്ഞ്. ഇനി പൂജ മറച്ചു വെച്ചേക്കുന്നതൊക്കെ ഒത്തിരി പറഞ്ഞു കൊടുക്ക. അയ്യോ അത് പറഞ്ഞു തരൂലോ. എന്തൊക്കെയാണ് ചോദിക്കുന്നത്? മറച്ചു വെച്ചിരിക്കുന്നത് ആ രഹസ്യ കാര്യം കൂടെ പറഞ്ഞു കൊടുക്കാൻ. ഈ ഫസ്റ്റ് കണ്ടുമുട്ടിയ ഒരു നിമിഷം ഉണ്ടല്ലോ, അതെങ്ങനെയായിരുന്നു? അത് പൂജയ്ക്ക് ഉള്ളൊരു വശം. ഫസ്റ്റ് കണ്ടുമുട്ടിയപ്പോ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അയ്യോ ചോദ്യകലക്ക് ഫസ്റ്റ് കണ്ടുപിടിച്ചപ്പോ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നീ പിന്നെയും ഇഷ്ടപ്പെട്ടത്. പിന്നെ എങ്ങനെയാ ഇഷ്ടപ്പെട്ടത്? പിന്നെ മുടി അവൻ ചളിച്ചു പോയി. ഏട്ടായി കലിപ്പനായി, ഏട്ടായിയുടെ മുഖം മാറി. ഇനി വീട്ടിൽ ചെന്ന് മിക്കാറും പൊരിച്ചിട്ടുണ്ട്. ഈ അമ്മച്ചിക്കാര് പോലും ഇങ്ങനെ സംസാരിക്കൂലല്ലോ, അത്ര പക്വത. ഈ കല്യാണം കഴിഞ്ഞ് പോയ പെൺപിള്ളേര് പ്രായപൂർത്തിയായി കല്യാണം കഴിഞ്ഞ് 10-20 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് കെട്ടിക്കണ പിള്ളേർ പോലും ഇങ്ങനെ സംസാരിക്കല്ലോ. ഇതെന്തോന്നിത്? അതെ, ലുക്കിലല്ല വർക്കിലാണ് കാര്യം. സ്കൂള് പോലും കംപ്ലീറ്റ് ചെയ്യാത്ത ഒരു പെങ്കൊച്ചിൻ്റെ കൂടെ ചോദിക്കുകയാണ് ഭാവി വരനെ പറ്റിയുള്ള സ്വപ്നം എന്തായിരുന്നു, നിങ്ങൾ എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടത്? ഇവരെ ചാനൽ വളർത്തണ്ടേ, അതിനുവേണ്ടി കൊച്ചു കൊച്ചു ആളുകളെ കൊണ്ടുവരണത് ഇതില് ഇന്റർവ്യൂ എടുത്ത്. ഒളിച്ചോടുന്ന ആൾക്കാരെ ഈ ഇഷ്ടമല്ലാത്ത മുഖം ഇഷ്ടപ്പെട്ടെടുക്കാനായിട്ട് എന്തൊക്കെയായിരുന്നു കാര്യങ്ങൾ ചെയ്തിരുന്നത്? അവനെ ഇട്ട് ഇങ്ങ് പൊരിക്കുകയാണ്. ഇഷ്ടപ്പെടാത്ത മുഖം പിന്നെ ഇഷ്ടപ്പെട്ടത് എങ്ങനെയാണെന്ന് അവന് ഒരുമാതിരി നാണക്കേടായി. അവനെ നിന്ന് അവഹേളിക്കണം. അവിടെ അതിനെ കുറിച്ച് പിന്നെ പറയണം, അവരെങ്ങനെയാണ് പ്രണയിച്ചത്, ഇവരെങ്ങോട്ടൊക്കെ പോയി. അപ്പം അവൻ പറയുന്നുണ്ട് കുറച്ച് നാളൊക്കെ നമ്മൾ കറങ്ങി. അപ്പോഴും വീട്ടിൽ പിടിച്ച് അവൾക്ക് നല്ല ചുട്ട അടി കിട്ടി, അമ്മേരെ നിന്ന് കിട്ടി, അച്ഛനും എല്ലാരും വിലക്കി. എനിക്ക് കിട്ടും കേട്ടാ. ഇങ്ങനെ വെക്കണം. പഠിക്കാനുള്ള പ്രായം, അതായത് വെറും +1 എക്സാം പോലും, ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആണ് ഇതൊക്കെ. അപ്പൊ അതുപോലും കംപ്ലീറ്റ് ചെയ്യാതെ എടുക്കുന്ന ഓരോ ഡിസിഷൻസ് എന്ന് പറയുന്നത് അത് നിങ്ങൾ ഒരു സമയത്ത് ഒരുപാട് റിഗ്രറ്റ് ചെയ്യും. കുറെ നാള് മരണം വരെയും ജീവിക്കാനുള്ളതാണ്. ഇപ്പോഴും ഈ കുട്ടിക്ക് ഈ പ്രായമല്ലേ ആയുള്ളൂ. ഇതിന് വേറെ എന്തോ നിധിയെന്നും പറഞ്ഞോണ്ടെന്നെ +1 പഠിക്കുന്ന കുട്ടിയെ എന്തായാലും അവർ പിടിച്ചു വെച്ച് കെട്ടിക്കൊന്നും ഉണ്ടായിരുന്നില്ല. അവര് പഠിക്കാനല്ലേ പറയൂ. +2 കഴിഞ്ഞിട്ട് ചിലപ്പോ കല്യാണത്തിന് ഫോഴ്സ് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്തെല്ലാം ഓപ്ഷൻ ഉണ്ടായിരുന്നു എന്നറിയോ. ഇവന് ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു ജോലി ആയിട്ടില്ല, ആ കുട്ടിയുടെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് മനസ്സിലാവും. ഇനിയിപ്പോ 1-2 മക്കളും കൂടെ ഒക്കെ ആവുമ്പോ ഈ കുട്ടി തനിയെ ഇരുന്ന് സ്വയം ചിന്തിക്കും. എനിക്ക് എന്തെങ്കിലും ഒരു ജോലി ഉണ്ടായിരുന്നിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ കിടന്ന് ഇതാവണ്ട, പഠിച്ചിരുന്നെങ്കിൽ എന്ന് വിചാരിക്കും. സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു വരുമാനം ഉണ്ടായിരുന്നെങ്കിൽ എന്നും ചിലപ്പോൾ ചിന്തിച്ചു പോകും. ഇതിനിപ്പോൾ എല്ലാ കാര്യത്തിനും അവൻ്റെ വീട്ടുകാരുടെ അടുത്താ പറയാൻ പറ്റുമോ? ഈ ഒരു പ്രായത്തിൽ അവൻ എങ്ങനത്തെ സ്വഭാവം ഉള്ളവനാണെന്ന് അറിഞ്ഞു കാണൂല. പിന്നെ ഇനിയിപ്പം പ്രധാനമായിട്ടും ചെയ്യണം, ഈ ചാനൽ വൈറലാക്കി കൊടുത്തു. ഇനിയിപ്പോൾ അടുത്തന്നെ മസ്താനിയുടെ ചാനൽ വിളിക്കും. എല്ലാവരും മാതാപിതാക്കൾ ശ്രദ്ധിച്ചോളണം. കൊച്ചു കുട്ടികളൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ഈ വൈറലാവാൻ വേണ്ടിയിട്ട്
അവർ ഞാൻ വലുതേ. അവര് വൈറലാവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒളിച്ചോടാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഒരു ചാനലാണെന്നൊന്ന് ശ്രദ്ധിച്ചോളണം. അവർക്ക് ഇൻ്റർവ്യൂ കിട്ടും, അവർ ഫേമസ് ആവാൻ വേണ്ടി പല കോലവും കാണിക്കും. ഒന്ന് ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. ചിലപ്പോ ഇനി ഇന്റർവ്യൂ ഒക്കെ കിട്ടും എന്ന് വിചാരിച്ച് ഇനി അങ്ങനെ ഒളിച്ചോടാൻ കാണും. ഇനി പ്രധാനമായിട്ട് ഇവരെന്തൊരു ചെയ്യുമെന്നറിയാം, ഇവർ രണ്ടുപേരും കൂടെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങും. അങ്ങനെയാണ് ഈ ഇന്റർവ്യൂവിൽ വന്നതിന് ശേഷം. ഇപ്പം ഈ ഇടയ്ക്ക് ഒരു പെങ്കൊച്ച് വന്നിരുന്നു, അതിന് പഠിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. ഇത് പറയണേ എനിക്ക് പഠിക്കണം, +2 എഴുതണം, പിന്നെ സയൻസാണ് എടുത്തിരിക്കുന്നത്, അപ്പോഴ് ഡോക്ടർ ആവണം. ഈ എൻ്റെ പൊന്ന് പെങ്കൊച്ചെ, നിനക്ക് ഡോക്ടർ ആവണമെങ്കിൽ ഡോക്ടറൊക്കെ ആയതിനു ശേഷം പോരായിരുന്നാ കല്യാണം. ഇപ്പോഴേ ഇറങ്ങി ഓടണമായിരുന്നാ. അത് വീട്ടിൽ ആരും ഇല്ലാത്തപ്പോഴത്തേക്ക് ഇറങ്ങി ഓടി എന്ന് പറയുന്നു. എനിക്ക് വയ്യ. വിവാഹമംഗളാശംസകൾ. ചിലപ്പോ നന്നായിട്ട് ജീവിക്കണമെങ്കിൽ ജീവിക്കട്ടെ. ജീവിച്ചാൽ മതിയായിരുന്നു. കല്യാണം കഴിച്ച് പറഞ്ഞയക്കണത് തന്നെ എത്രയോ എണ്ണം കൊലയും. അതുകൊണ്ട് അതൊന്നും പറയാൻ പറ്റൂല. ചിലപ്പം നല്ലതുപോലെ ജീവിക്കുമായിരിക്കും. ഇനി അവൻ്റെ മുൻ സ്വഭാവമൊന്നും നമുക്ക് അറിഞ്ഞൂടെ. എങ്ങനെയുള്ളവൻ എങ്ങനെയായാലും ജീവിച്ച് പോട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.